ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്ന ഒരു നിർണായക വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ഒന്നിച്ചുകൂടി അടുത്ത 2 വർഷത്തേക്ക് ഒരു പുതിയ ക്ലബ് ലീഡ് പൈലറ്റ് മോഡൽ നടപ്പിലാക്കാനുള്ള നിർദ്ദേശം മുന്നോട്ടുവച്ചിരിക്കുകയാണ്. ഈ പുതിയ മോഡലിൽ ലീഗിന്റെ നടത്തിപ്പും വാണിജ്യ പ്രവർത്തനങ്ങളും പ്രധാനമായും ക്ലബ്ബുകളുടെ നിയന്ത്രണത്തിലായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ലീഗിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ക്ലബ്ബുകളുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ സീസൺ അവർക്ക് ലീഗ് കൂടുതൽ കാര്യക്ഷമമായും ചെലവ് കുറഞ്ഞ രീതിയിലും നടത്താൻ കഴിയുമെന്ന് തെളിയിച്ചു. പുതിയ പദ്ധതി പ്രകാരം എല്ലാ ക്ലബ്ബുകളും ചേർന്ന് പ്രതിവർഷം ഏകദേശം 15 കോടി രൂപ ഡൗചേൻ നൽകും. അതിനു പകരമായി ഇന്ത്യയിലെ ടോപ്പ്-ടയർ ലീഗിന്റെ വാണിജ്യ അവകാശങ്ങൾ ക്ലബ്ബുകൾക്ക് ലഭിക്കണമെന്നാണ് ആവശ്യം. കൂടാതെ 1 കോടി രൂപയുടെ എൻട്രി ഫീസ് നൽകാൻ ക്ലബ്ബുകൾ തയ്യാറല്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മോഡലിൽ AIFF പൂർണ്ണമായും പുറത്താകുന്നില്ല, മറിച്ച് റഫറി സംവിധാനങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ, ലീഗിന്റെ സമഗ്ര മേൽനോട്ടം തുടങ്ങിയ മേഖലകളിൽ AIFF തുടർന്നും പ്രധാന പങ്കുവഹിക്കും. അതേസമയം വാണിജ്യ തീരുമാനങ്ങളുടെയും ലീഗിന്റെ ദിനചര്യ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം ക്ലബ്ബുകൾക്കായിരിക്കും. ക്ലബ്ബുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ വിപണിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് ക്ലബ്ബുകളാണ്. അതുകൊണ്ടുതന്നെ സ്പോൺസർഷിപ്പുകൾ, മീഡിയ റൈറ്റ്സ്, ഫാൻ എൻഗേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ വരുമാനം കണ്ടെത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതേസമയം ടെക്നോളജി പാർട്ണറായി മാത്രം പ്രവർത്തിക്കാൻ ജീനിയസ് അഹ്റനെ അനുവദിക്കണമെന്നാണ് ക്ലബ്ബുകളുടെ നിർദ്ദേശം. ലീഗിന്റെ മുഴുവൻ വാണിജ്യ നിയന്ത്രണവും ഒരു ബാഹ്യ കമ്പനിക്ക് നൽകുന്നതിനോട് അവർ യോജിക്കുന്നില്ല. ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ മാറ്റങ്ങളിലൊന്നായിരിക്കും അത്. ലീഗിന്റെ ഭാവി ഇനി ക്ലബ്ബുകളുടെ കൈകളിലേക്കാണോ മാറുന്നത് എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ വ്യക്തമായ മറുപടി ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ISL ക്ലബ്ബുകൾക്ക് ലീഗ് നടത്തിപ്പിന്റെ കൂടുതൽ അധികാരം നൽകണോ? കമന്റിലൂടെ അറിയിക്കൂ.